ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽസിന് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റില്ല, അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കാണ്ടിരിക്കാനും പറ്റുമല്ലോ. ഇന്നലെ വരെ എന്തായിരുന്നു അത് പോട്ടെ, അത് ഇനി നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളതിന്റെ ഫുൾ തീരുമാനം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് ആ ഫുൾ തീരുമാനം ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താക്കോല് നമ്മുടെ കയ്യിലല്ലേ? ആ താക്കോല് നമ്മുടെ കയ്യിലുള്ളപ്പോൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള ഫുൾ റൈറ്റ് നമ്മുടെ കയ്യിലല്ലേ? അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ആരോഗ്യത്തിന്റെ താക്കോൽ ഏറ്റെടുത്താൽ, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് ഇത് കംപ്ലീറ്റ്ലി പോയി വേറെ ആരുടെയോ കൺട്രോളിലാവും നമ്മുടെ ആരോഗ്യം. അവിടെ നമ്മൾ നിസ്സഹായനായിട്ട് കണ്ടു നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. വി ആർ ടോട്ടലി ഹെൽപ്ലെസ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഇസ് ഡിസീസ്. നമ്മൾ ഈസ് ആയിട്ട് ഇരിക്കാം. ഈസ് ആയിട്ട് ഇരിക്കാന്ന് വെച്ചാൽ എന്താ? നമ്മൾ വളരെ നല്ല രീതിയിൽ ഇരിക്കുന്നു, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഈസ് ആയിട്ടിരിക്കുന്നു, വി ആർ ഹെൽത്തി, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വെൻ വി ആർ നോട്ട് അറ്റ് ഈസ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു കണ്ടീഷനിലല്ല ഇരിക്കണം. എല്ലാ രീതിയിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ബോഡി ഏറ്റവും നല്ലൊരു കണ്ടീഷനിൽ അല്ലെങ്കിൽ യു കോൾ ഇറ്റ് എ ഡിസീസ്. ഈസിന്ന് മാറി ഡിസീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാബിറ്റ്സ് ആണ് നമ്മുടെ ഹെൽത്തിനെ ഡിസൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ ഹാബിറ്റ്സ് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും ക്രിയേറ്റ് ചെയ്യണം, അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പല ഹാബിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹാബിറ്റ്സ് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് ഹെൽത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഹെൽത്ത്? ഹെൽത്ത് എന്താണെന്ന് നമ്മൾ നോക്കിയാൽ നമ്മളിപ്പോ ഹെൽത്തിനെ കെയർ ചെയ്യണം എന്ന് പറയുന്നത്, നമ്മൾ ഹെൽത്തിനെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെക്ടറിനെ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നു. ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, എന്തൊക്കെയാ? ഡോക്ടേഴ്സ്, ലാബ്സ്, എക്സ്റേസ്, സ്കാനിങ് സെന്റേഴ്സ്, ഇതൊക്കെ ഹെൽത്ത് കെയർ ആണ്. അതെങ്ങനെ ഹെൽത്ത് കെയർ ആവണേ? നമ്മൾ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഇത് മുഴുവനും അസുഖം വന്ന് പോണ സ്ഥലമല്ലേ? അത് ഹെൽത്ത് കെയർ ആണോ? ഇൽനെസ് ഇൻഡസ്ട്രി ആണോ? അല്ലെങ്കിൽ സിക്നസ് ഇൻഡസ്ട്രി ആണോ? അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പെൺകുട്ടി കൈ കാണിച്ച് നിൽക്കണോ? ഐ എം ഹെൽത്തി, ഐ ഡോണ്ട് ഗോ ദർ. എനിക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ഹൂ ഇസ് ഗോയിങ് ദർ? അവിടെ പോകുന്ന ആൾക്കാർ ഏതാ? സിക്നസ് വന്ന ആൾക്കാർ, വയ്യാണ്ട് വരുന്ന ആൾക്കാർ. അപ്പൊ എവിടെയോ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ സിക്നസ് ഇൻഡസ്ട്രിയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് ഉണ്ട്, ഒരു അങ്ങയുടെ ബുക്കിനകത്ത് വെൽനസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ അയാളുടെ പേര് പിൽസൺ എന്നാണ്. അങ്ങനെ എഴുതി ഈ ഹെൽത്ത് കെയർ, ഈ സിക്നസ് ഇൻഡസ്ട്രിയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിട്ട് തെറ്റിദ്ധരിച്ചേക്കണം. വാക്ക് തെറ്റിദ്ധരിച്ചു പോയിക്കണം. ഇറ്റ് ഇസ് ആക്ച്വലി ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ല, ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിട്ടാണ് അങ്ങനെ പറയേണ്ടത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എവിടെയോ തെറ്റിപ്പോയതാണ്. അവിടെ എന്ന് വെച്ചാൽ അത് ആവശ്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പോലെ ആൾക്കാർ അവിടെ നമുക്ക് ഒരു അസുഖം വന്നാൽ നമുക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും കിട്ടുന്ന സ്ഥലമാണ്. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ നമ്മൾക്ക് അവിടെ ഒരു അസുഖം വന്നിട്ട് പോയാൽ പോരെ? ആ അസുഖം വന്നാൽ ഒരു ICUലോ ഒരു വെന്റിലേറ്ററിലോ ഒരു ആശുപത്രി ബെഡിലോ നമ്മൾ പോയി കിടക്കുന്നത് സന്തോഷിച്ച് തുള്ളിച്ചാടി ഭയങ്കര ഹാപ്പി ആയിട്ടാണോ? ഒരിക്കലും അല്ല, അല്ലെ? നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നത്. സോ ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നത് എന്തുകൊണ്ടിട്ട്? നമ്മൾ എങ്ങനെയാണ് ആ സിക്നസ് ഇൻഡസ്ട്രിയെ നമ്മൾ ഹെൽത്ത് കെയർ ആയിട്ട് തെറ്റിദ്ധരിച്ചു. പിന്നെ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് ഞാൻ എത്തുന്നത് എന്റെ ലൈഫ് സ്റ്റൈൽ, എന്റെ ഹാബിറ്റ്സ് ആണ് എന്നെ ഓരോ രീതിയിലേക്ക് എന്റെ ബോഡിയെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു സിക്നസ് ഇൻഡസ്ട്രി ആണ്. അപ്പൊ ഹെൽത്ത് അതൊന്നും അല്ല. ദെൻ വാട്ട് ഇസ് ഹെൽത്ത്?